പിന്നെ ഗെയിമിങ്ങിന് പറ്റുമെന്നുള്ളതാണ്. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലുക്ക്, ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഇൻ ഹാൻഡ് ഫീല്. അതായത് ഇത് ഒരിക്കലും ഒരു 15,000 അതിൻ്റെ അകത്ത് ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഇതാണ് iQൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ, അതായത് iQ Z10X 5G. അപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. iQ Z എന്ന് പറയുന്ന ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്, ഇതാണ് ഫോണ്. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 64 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലിയർ സിലിക്കൺ കേസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഇജക്ടർ പിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂസർ മാനുവലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാനാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരിപ്പം ഒരു മാറ്റ് ഫിനിഷാണ്. മറ്റേതുപോലെ നേരത്തെ പോലെ മെറ്റാലിക് ബോഡിയല്ല, പ്യുവർ പ്ലാസ്റ്റിക്കും അല്ല. ഇത് രണ്ടും അല്ലാതെ പോളി കാർബണേറ്റ്, ഇപ്പോൾ സ്ഥിരം യൂസ് ചെയ്ത് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഈ പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് IP64 റേറ്റിംഗ് വരുന്ന ഫോണാണ്. അതായത് ഡസ്റ്റോ നമുക്ക് വാട്ടർ റെസിസ്റ്റൻസോ കപ്പാസിറ്റീനെ സൂചിപ്പിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് അല്ല ഉദ്ദേശിക്കുന്നത്, വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയാണ്. അതായത് കുറച്ചൊക്കെ വാട്ടർ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇത് 50 MB ഒരു ക്യാമറ വരുന്നുണ്ട്. ഇത് 2 MB ഡെപ്ത് ക്യാമാണ്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്. ഇതേപോലെ തന്നെ ഇത് ഫിംഗർ പ്രിൻ്റ് ആണെന്നാണ് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. പഴയ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ ആഡ് ചെയ്ത പോലെ ഒരു ഡിസൈൻ ഇതിൽ ആഡ് ചെയ്ത് വെച്ചെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നെ ഇത് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു റിംഗ് ലൈറ്റാണ്. ഇത് ഒട്ടും ഓവറാക്കാതെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കോള് ചെയ്യുമ്പോൾ, അതായത് കോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിത് ഒരു ബ്ലൂ ലൈറ്റായിട്ട് കാണിക്കും. അതേപോലെ നമ്മൾ ചാർജിലിടുമ്പോൾ ഇവിടെ ഒരു വയലറ്റ് റിംഗ് ലൈറ്റ് ആയിട്ട് കാണിക്കും. അത് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ കോളിങ്ങായിട്ട് വരുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരും. അതേപോലെ തന്നെ നമ്മൾ ചാർജിലിടുമ്പോഴും ഇവിടെ ആ ലൈറ്റ് ബ്ലൂ ലൈറ്റ് മാറിയിട്ട് ഒരു വയലറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റായിട്ട് മാറി. അതായത് ഒട്ടും ഓവറാക്കാണ്ട് നല്ല പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നത്തിങ് ഫോണൊക്കെ പോലെ ഇച്ചിരി ഒന്ന് ഓവറാക്കാതെ കറക്റ്റായിട്ട് ആ ഡിസൈൻ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് പവർ ബട്ടണിൽ കൂടെ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അതേപോലെ Type-C ചാർജിങ് ആണ് യൂസ് ചെയ്യുന്നത്. 44 വാട്ടിൻ്റെ ചാർജിങ് ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് 6.72 ഇഞ്ച് ആണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ ബഡ്ജറ്റ്, അതായത് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത് 13,500 ഇതിൻ്റെ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 17,000 അകത്താണ്. 3 വേരിയൻറ്റിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു 6GB 128GB ഒരു വേരിയൻറ്റ്, അതേപോലെ തന്നെ 6GB 256GB ഒരു വേരിയൻറ്റ്, അതേപോലെ 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റ്. അപ്പോൾ ഇത്രയും ഈ കുറഞ്ഞ ഈ 16,000 ഉള്ളിൽ ഈ 3 വേരിയൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും LED ഡിസ്പ്ലേ വേണമെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ തരുന്നത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് നമുക്ക് തരുന്നത്. അതായത് ഇത്രയും ലോ ബഡ്ജറ്റ് ഫോണായിട്ട് കൂടി 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് വളരെ പോപ്പുലറായ പല ബ്രാൻഡും ഇപ്പോഴും കൊടുക്കാത്തതാണ് iQ ഈ ഇത്രയും ചെറിയ വേരിയൻറ്റിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ബാറ്ററി വരുന്നത് 6500 ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അതായത് 44 വാട്ടിൽ 6500 mAh ബാറ്ററി വരുന്നുണ്ട്. അതായത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 hour 40 minutes ആണ്. ഈ 1 hour 40 minutes ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു നല്ല ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റിംഗ് ടൈമാണ്.
നല്ലതുപോലെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മോഡറേറ്റ് യൂസൊക്കെ ആണെങ്കിൽ 2 ഡേയ്സിൽ കൂടുതൽ ഇത് നിൽക്കുന്നുണ്ട് ബാറ്ററി ചാർജ്. അതായത് നോർമലി യൂസ് ചെയ്യാനാണെങ്കിൽ 2 ഡേയ്സിൽ കൂടുതൽ ഇതിൻ്റെ ചാർജ് നിൽക്കുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന ചിപ്പ് സെറ്റാണ്, പ്രൊസസ്സറാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഗെയിമിംഗ് പ്രൊസസ്സറല്ല, നമുക്ക് ഡെയിലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊസസ്സറാണ്. എന്നാൽ ഒരു മോഡറേറ്റ് ഗെയിമിങ്ങും ചെയ്യാൻ പറ്റും. അതായത് IQ ഒക്കെ ചൂസ് ചെയ്യുന്നവർ മെയിനായിട്ട് നോക്കുന്ന BGMI ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് മോഡറേറ്റ് പ്ലേയിങ്ങിനൊക്കെ ഇത് ഓക്കെയാണ്. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ചിപ്പ് സെറ്റ് അതിന് അത്ര ആപ്റ്റ് അല്ല. എന്നാലും 6GB RAM 128GB നമുക്കിപ്പോൾ സ്മൂത്തിലിട്ട് 60 FPS നമുക്ക് കളിക്കാൻ പറ്റും, ഗെയിമിങ് കളിക്കാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് ഇത് കളിക്കാൻ പറ്റും. പക്ഷേ BGMI ഒക്കെ നോക്കി എടുക്കുന്നവർ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 8GB റാമിൻ്റെ വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് വളരെ അധികം വ്യത്യാസമൊന്നും വരുന്നില്ല, ആകെ 1000 രൂപയുടെ വ്യത്യാസം കൊണ്ടേ ഈ വേരിയൻ്റ് തമ്മിൽ വരുന്നുള്ളൂ. 15500 ഒക്കെ കൊടുത്താൽ ഇതിൻ്റെ 8GB റാമിൻ്റെ ഫോൺ കിട്ടും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാം നോക്കുമ്പോൾ 50 MB, ഇത് 50 MB, ഇത് 2 MB ഡെപ്ത്. ഫ്രണ്ട് ക്യാമറ വരുന്നിട്ട് 8 MB. ക്യാമറ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വേറെ ഫോണുകൾ ഈ സെഗ്മെൻറ്റിൽ വേറെ ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്ററാണ്. എന്നാലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. വേറെ ഞാൻ ഇതിൻ്റെ തന്നെ റിവ്യൂസ് വേറെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്ന കണ്ട്, പക്ഷേ അതൊക്കെ ഈ ക്യാമറയുടെ ഡെപ്ത് അത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, അത്രത്തോളം ഡെപ്ത് യൂസ് ചെയ്തെടുത്തേക്കുന്ന ഫോട്ടോസാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലൈറ്റ്സും ഇതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങൊക്കെ ഫോക്കസ് ചെയ്ത് നൈറ്റിൽ വെട്ടമൊക്കെ ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ അതിപ്പോൾ ഏതൊരു ഫോണാണെങ്കിലും അതിൻ്റെ മാക്സിമം പ്രോസസ്സ് ചെയ്ത് തരും. പക്ഷേ ഈ ഫോണൊക്കെ എടുക്കുന്നത് എന്തായാലും സാധാരണപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെടുക്കുന്ന ഫോട്ടോ ടൈപ്സ് ഏതെന്ന് നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഈ 15,000 അകത്തൊക്കെ വരുന്ന ഫോൺ എടുക്കുന്ന ഉറപ്പായിട്ടും സാധാരണപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അതിന് ആപ്റ്റായിട്ട് അവരെടുക്കുന്ന ഫോട്ടോസ്, അവർക്ക് വേണ്ട ഫോട്ടോസ് വീഡിയോസൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഫോക്കസൊക്കെ ചെയ്ത് ആപ്റ്റായിട്ടുള്ള ആംബിയൻസിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് അങ്ങനെയൊന്നും ഈ സെഗ്മെൻറ്റിലുള്ള ഫോൺ വെച്ച് അധികം ആരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നോർമലി ഒരാളെടുക്കുന്ന ടൈപ്പ് ഫോട്ടോസ് ഫിൽറ്ററൊന്നും ആഡ് ചെയ്യാതെ 1x-ലും 2x-ലും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ടൈറ്റിൽ കൊടുത്തിട്ട് ഇട്ടേക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. ഞാൻ ഫിൽറ്ററൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇടാതെ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കും. പിന്നെ ഇതിനകത്ത് Android 15 വിത്ത് ഫൺ ടച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 15 ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റൊക്കെ 2 to 3 years കാണുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കാൻ ഇപ്പം നമുക്ക് ടൈം ആയിട്ടില്ല, എത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന്. ഇപ്പം നിലവിലുള്ള ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിലവിൽ കുറച്ച് നാളായി ഞാൻ ഇത് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു റിവ്യൂ ആണ് പറഞ്ഞത്. ഇപ്പോൾ റീസെൻ്റ്ലി 2 months ആയതേ ഉള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഡ്യൂറബിൾ ആണ്, ലോങ് ടൈമിൽ എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് പറയാറായിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് ഞാൻ പറയാം. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലുക്ക്, ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഇൻ ഹാൻഡ് ഫീല്. അതായത് ഇത് ഒരിക്കലും ഒരു 15,000 അതിൻ്റെ അകത്തുള്ള ഒരു ഫോണ് അല്ലെങ്കിൽ 17,000-ൻ്റെ അകത്തുള്ള ഒരു ഫോണ് ആ വേരിയൻ്റ് ഒന്നും ഒരിക്കലും പറയത്തില്ല. പബ്ലിക്കിൽ പോയാൽ ഇത് ഗസ് ചെയ്യത്തില്ല. അത്ര സ്റ്റാൻഡേർഡും ലുക്കും ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ ഇൻ ഹാൻഡ് ഫീലാണ് ഇതിൻ്റെ ഏറ്റവും ബെറ്റർ. കയ്യിൽ വെക്കാൻ തന്നെ അത്ര നല്ല ഒരു സ്റ്റാൻഡേർഡ് ഫീലാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഇത് സെൻറ്റർ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് സെൻറ്ററിൽ ഒരു പഞ്ച് ഹോളുണ്ട്, അതിൻ്റെ അകത്തൂടെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇപ്പം മിക്ക ഫോൺസിലും അത് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. ഇതിൻ്റെ മികച്ച് നിൽക്കുന്ന ഇത് എടുക്കാൻ. ഇപ്പം ഇത് എടുക്കുന്ന ഏതൊക്കെ ടൈപ്പ് ആൾക്കാർ ഇത് എടുക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ ഒരു അമ്മ അച്ഛൻ അങ്ങനെയുള്ള കാറ്റഗറി അവരെടുക്കണമെങ്കിൽ അവർക്ക് ബെറ്റർ ഓപ്ഷന്. കാരണം എപ്പോഴും ഒന്നും ചാർജിലൊന്നും ഇട്ടുകൊണ്ട് നടക്കണ്ട. അതായത് മോഡറേറ്റ് യൂസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തികച്ചും യൂസ്ഫുള്ളാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തവണ ചാർജ് ചെയ്താൽ 2 ദിവസം കൂടുതൽ അങ്ങ് നിന്നോളും.
ഇപ്പോൾ കോൾ ചെയ്യുന്നവർ, ചെറുതായിട്ട് യൂട്യൂബൊക്കെ കാണുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കാരണം ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ഇതിൻ്റെ ചിപ്സെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പിന്നെ ഇതിൻ്റെ ബാറ്ററി 6500 mAh വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചാർജ് കയറാൻ 40 മിനിറ്റ് എടുക്കുമെങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. പിന്നെ ഗെയിമിങ്ങിന് പറ്റുമോ എന്നുള്ളതാണ്. ഗെയിമിങ്ങിന് പറ്റും. അതായത് ഫ്രീക്വൻ്റ്ലി ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യരുത്. ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് മോഡറേറ്റ് ആയിട്ട് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്മൂത്തിലിട്ട് 60 FPS ഇട്ട് കളിച്ചാൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഡിസ്പ്ലേയുടെ വലിപ്പം, ഇതിൽ വീഡിയോ ക്വാളിറ്റി, അതായത് ഒരു കാര്യം മറന്നുപോയി, വേണ്ട, ഇതിൻ്റെ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4Kയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത ഫീച്ചർ 1x 2xൻ്റെ ആവശ്യം ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. പിന്നെ 10x വരെ സൂമിങ് കൊടുത്തിട്ടുണ്ട്. അത് ഫോട്ടോയ്ക്കായാലും വീഡിയോയ്ക്കായാലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വരെ ആവശ്യമില്ല. കാരണം അതിലൊക്കെ ഫോട്ടോസ് ബ്ലറായിട്ട്, അതായത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ലാഗ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. 1x 2xൽ അത് ഓക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഹീറ്റിംഗ് ഇഷ്യൂ, ചാർജ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അതിപ്പോൾ ഏതൊരു ഫോണ് ഹീറ്റ് ആവും എന്നും പറഞ്ഞ് വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇതിന് ഫീൽ ചെയ്യുന്നില്ല. ഗെയിമിംഗ് മോഡിൽ നോർമലി ഹീറ്റ് ആവുന്ന ആ ഒരു ഹീറ്റിങ്ങേ ഉള്ളൂ. പിന്നെ ഈ സെഗ്മെൻറ്റിൽ വേറെ ഫോൺസ്, ഇപ്പോൾ റിയൽമിയുടെ തന്നെ പല ഫോൺസും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഈ ക്ലാസിക് ലുക്കിൽ എടുക്കാൻ പറ്റിയ, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണ്. ഇപ്പോൾ ഗെയിമിങ്ങിനൊക്കെ താല്പര്യമുണ്ടെന്നാൽ മുടക്കാൻ അത്ര പൈസ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഫോണാണ്. അപ്പോൾ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.